ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താലോ. അതിനായിട്ട് ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പിടണം, മഞ്ഞൾപ്പൊടി, ഇനി വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില. ഇത്രയും കൂടി ഞാൻ മിക്സ് ചെയ്ത് അരച്ചെടുത്തതാട്ടോ ഇത്. അതും കൂടി ഇട്ടു. അതിന് ശേഷം ചിക്കൻ ഫ്രൈ മസാലയാണ്, ചിക്കൻ ഫ്രൈ ചെയ്യാനാണല്ലോ, അതുകൊണ്ട് ചിക്കൻ ഫ്രൈ മസാലയാണ് വാങ്ങിച്ചേക്കുന്നത്. ആ ചിക്കൻ ഫ്രൈ മസാല ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ കുരുമുളകും ഇതൊക്കെ ചേർത്ത് അരച്ചേക്കണോണ്ടാട്ടോ, വേറെ നമ്മുടെ എരിവുള്ള മുളക് പൊടി ഇടാതെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ള ഓവർ എരിവായ അവർ കഴിക്കില്ല. പിന്നെ നമ്മുടെ ചേർക്കേണ്ടത് കോൺഫ്ലോറും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ ഇത്രയിലോട്ട് പിടിച്ച് കിട്ടില്ല. അതുകൊണ്ട് കൈയൊക്കെ വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ആ ലെഗ് പീസൊക്കെ നോക്കി അതങ്ങ് വറുത്ത് കോരുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് അടുപ്പിൽ നല്ലോണം തീ പിടിപ്പിച്ച് പാത്രമൊക്കെ ചൂടാക്കാനായിട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ട് എണ്ണ നല്ലതുപോലെ തിളച്ച് വരണം. ആ എണ്ണ നല്ല തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഓരോ പീസസ്സായിട്ട് അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും നോക്കണം. അടുപ്പിലായതുകൊണ്ട് തീ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. അത് അഡ്ജസ്റ്റ് ചെയ്ത് പാകത്തിന് വറുത്ത് കോരണം. ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് ഓരോന്നെടുത്തെടുത്തെടുത്ത് ഇങ്ങനെ വറുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിക്ക് തോരൻ ഇപ്പോഴേ എടുത്ത് കഴിക്കാൻ തോന്നണമുണ്ട്. പിന്നെ അങ്ങനെ എല്ലാം കൂടെ വറുത്ത് കോരി അതിൻ്റെ കൂടെ ഞാനൊരു മയോണൈസും കൂടെ വീട്ടിൽ തന്നെ, മയോണൈസ് ഇപ്പോൾ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാമല്ലോ, അത് സിമ്പിളാണല്ലോ. ഇനി ചിക്കൻ്റെ അകത്ത് ഡെക്കറേഷൻ ഇത്തിരി സവാളയും നാരങ്ങയൊക്കെ വേണമെങ്കിൽ അരിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്തിടാം. എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.